ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്നും കാലിക്കറ്റ് വരെ യാത്ര ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളും അവിടെ കണ്ട കാഴ്ചകളും എയർപോർട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടി അതൊക്കെ എല്ലാം കൂടി അടങ്ങിയൊരു വീഡിയോ ആണ് ഇത്. അപ്പം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാനും മോനും മാത്രമേ കാലിക്കറ്റിലേക്ക് പോണത്. ഹസ്ബൻഡ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന കാഴ്ചയാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കാണുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ അവനോരോന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് ഇതിലിടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരികയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ മ്യൂട്ടായിട്ടാണ് ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതിൽ കൊടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വരികയാണ്. അത് കാരണം അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ബ്ലൂ ടാക്സി എടുത്തിട്ടാണ് വന്നത്. അതാണ് ഏറ്റവും ബെറ്റർ, കാരണം ഓൺ ടൈമിന് എത്തും ചെയ്യും, നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റും. അപ്പോൾ ബ്ലൂ ടാക്സി എടുത്തിട്ടായിരുന്നു വന്നത്. അങ്ങനെ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കയറണ വീഡിയോ ആണ് വീണ്ടും വന്നത്. അപ്പോൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഡാഡി കൂടെ വാന്ന് പറഞ്ഞിട്ട് അവന് കുറേ കരയുന്നുണ്ട്. കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അപ്പം ഡാഡി പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കണേ ഇല്ലായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം. ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ പറയും കോക്ക് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത് അങ്ങനെ 2-3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ടൈമായി, ഫ്ലൈറ്റ് കയറാനുള്ള ടൈമായി. അപ്പം ഇങ്ങനെ നടന്നു പോവാണ്. നടന്ന് മെല്ലെ പതുക്കെ നടക്കണുള്ളൂ അവന്. ഞാൻ സ്പീഡ് വേഗം നടക്കുന്നു പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. പതുക്കെ നടക്കണുള്ളൂ. അപ്പം ചെറിയ കാല് വെച്ച് ഇങ്ങനെ നടക്കണ്ടേ. പിന്നെ ഒരു ബാഗുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പതുക്കെ നടന്നു പോവാണ്. അപ്പോൾ മറ്റുള്ളവർ നടക്കുന്നതും കാഴ്ചകളും ഒക്കെ ശ്രദ്ധിച്ച് നോക്കി കണ്ടിട്ടൊക്കെ നടക്കുന്നത്. അപ്പം അത് കാരണം നടത്തം കുറച്ച് സ്ലോ ആണ് അവൻ്റെ. അങ്ങനെ കുറേ വരി ക്യൂ നിന്നതിൻ്റെ ശേഷമൊക്കെയാണ് അങ്ങോട്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കുറച്ച് അവിടുന്നുള്ളൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടൊന്നും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ ആള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ഫ്ലൈറ്റ് കയറിയ പാട് തന്നെ ഫുഡ് കിട്ടുമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ അവനറിയില്ല ഇൻഡിഗോ അല്ലേ, അപ്പോൾ ഇൻഡിഗോയിൽ ഫുഡ് കിട്ടില്ലല്ലോ. പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്യണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്താലേ ഫുഡ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് എന്താണോ അവർ സെർവ് ചെയ്തില്ല. അത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ ഫുഡ് കിട്ടിയിട്ടുള്ളൂ, നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തവർക്കേ ഫുഡ് കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് ഫുഡില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ
അങ്ങനെ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, അവന് കുറേ ഉറങ്ങി. അങ്ങനെ അങ്ങനെ സമയം പോയി. ഇപ്പോഴും ഫ്ലൈറ്റ് കയറാൻ പോണേ ഉള്ളൂ കേട്ടോ, കയറിയിട്ടില്ല. കയറിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തും എന്താ ഫുഡ് എന്നുള്ളൊരു ടെൻഡൻസിയാണ് വേഗം. പിന്നെ അപ്പോൾ എപ്പോഴും അങ്ങനെ ഉള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുകയും ചെയ്യും. അവന് അവസാനം ഫ്ലൈ ചെയ്യാൻ വേണ്ടി ടൈമായി. അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഫ്ലൈ ചെയ്യാനായില്ല കേട്ടോ, ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ടൈമായി. അപ്പം ഇപ്പം കണ്ടോളൂ കേട്ടോ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഫ്ലൈറ്റ് തൊട്ടേ എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു മതി കയറെന്ന് പറഞ്ഞിട്ട് കയറ്റാണ്. അപ്പം നമുക്ക് കിട്ടിയത് ഫ്രണ്ടിൽ തന്നെ സെക്കൻഡ് സീറ്റാണ് കിട്ടിയത്. അപ്പം അത് കാരണം കുറച്ചുകൂടെ നമ്മൾ കംഫർട്ടായിരുന്നു സെക്കൻഡ് സീറ്റായത് കാരണം. അപ്പോൾ ഞാനൊരു പില്ലോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കൂടുതൽ കംഫർട്ടായി. പില്ലോ എനിക്ക് നെക്ക് പെയിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ പില്ലോ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പില്ലോൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട് പില്ലോ എടുത്തത് കൊണ്ട്. അവന് കിടന്നുറങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, പിന്നെ ശരിക്കും ഇരിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു പില്ലോ എടുത്തത് കൊണ്ട്. ഒരുപാട് ടൈം ഉറങ്ങി ആളിതാ ഉറങ്ങണം. പില്ലോ എടുത്തതുകൊണ്ട് നല്ല ഹെൽപ്പായിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നല്ല ഹെൽപ്പാണ് പില്ലോ എടുത്തുകൊണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്വിൽട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവന് പുതയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും എടുത്ത് ആൾ നല്ല AC ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് ആൾ എണീക്കുന്നത്. അപ്പോൾ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ലഗേജ് കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ. അപ്പം അവന് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇറങ്ങണ മുന്നേ തന്നെ ഉമ്മൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ അവന് എൻ്റെ കൂടെ വീഡിയോയിൽ വന്നിട്ടില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ ലഗേജൊക്കെ കിട്ടിയതിൻ്റെ ശേഷമാണ് വന്നത്. അതാണ് പില്ലോ കണ്ടില്ലേ ഫ്രണ്ടിൽ തന്നെ വെച്ചത്. അപ്പം പില്ലോ പിന്നെ ബാഗ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ വീഡിയോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത്രേ ഉണ്ടായുള്ളൂ.